പരിപാടി പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഒരു ലിസ്റ്റ് നമ്മൾ ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരുപാട് ആൾക്കാരുടെ ലിസ്റ്റായിരുന്നു. അപ്പോൾ അച്ഛന് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരെ മാത്രം നമ്മൾ ലാസ്റ്റ് സ്ട്രീം ലൈൻ ചെയ്തിട്ട് നമ്മളിപ്പോൾ വിളിച്ചതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും അത്രയും സ്പെഷ്യലാണ് അച്ഛന് എന്ന് കരുതിയിട്ട് നമുക്ക് ഈ പരിപാടി ഇതിൽ നമ്മുടെ ഇന്നത്തെ പരിപാടിയിലെ ഹീറോ അച്ഛനെ ആദ്യമായിട്ട് ഞാൻ ക്ഷണിക്കുകയാണ് സ്റ്റേജിലേക്ക്. അമ്മയെ ക്ഷണിക്കുകയാണ്. എൻ്റെ പേര് സോമൻ. സത്യേട്ടാ ചെറുപ്പം മുതലേ ചേട്ടൻ വിളിച്ചിട്ട് എല്ലാവരും പരിചയപ്പെടുത്തി പ്രൊഡക്ഷനൊക്കെ കഴിഞ്ഞു, നമ്മുടെ കേക്ക് കട്ടിങ് കഴിഞ്ഞു. ഇനിയാണ് നമ്മളിവിടെ ഒത്തുകൂടി ചേർന്നതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. എന്താണെന്ന് വെച്ചാൽ അച്ഛൻ ഞങ്ങൾക്ക് അച്ഛനാണ്. അച്ഛൻ കുറേ പേർക്ക് ഒരു ബ്രദറാണ്, മകനാണ്, മുത്തശ്ശനാണ്. അപ്പോൾ അച്ഛൻ എങ്ങനെയായിരുന്നു ഈ കഴിഞ്ഞ 70 വർഷം എന്നുള്ളത് അടുത്തറിഞ്ഞ ആൾക്കാരുടെ അടുത്ത് നിന്നും നമുക്ക് കുറച്ച് വാർത്ത കേൾക്കാൻ വേണ്ടി എനിക്ക് തോന്നുന്നു എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തോന്നുന്നു. ഞങ്ങളുടെ അമ്മയിൽ നിന്ന് തുടങ്ങാണ്. അതിങ്ങനെ ഒരു ഓർഡറായി പോകും. ആരാണ് ഏറ്റവും കൂടുതൽ അവിടെ നിന്ന് കുറഞ്ഞു വരും. അപ്പം ആദ്യം അമ്മയ്ക്ക് കൊടുക്കാണ് മൈക്ക്. ഒരു ബുദ്ധിമുട്ടോ വിഷമങ്ങളോ അങ്ങനെയുള്ള ജീവിതമല്ലേ, കൈത്തിറക്കങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ ഒന്നിച്ച് തന്നെ ഫേസിക്കുന്നതാണ്. ഇനി ഒരുപാട് കാലമായി അതിന് സാധിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ കുട്ടികളാണെങ്കിലും വലിയ ബുദ്ധിമുട്ടില്ല. ഭയങ്കര വികൃതിയാണ്. നമ്മ എന്തെങ്കിലും നോക്കാനില്ല. ഞാൻ ഒരു ദിവസം വരെ എടുത്ത് കാണും ഫോണിൽ കിട്ടുന്നതാണ്. ഫോണിൽ കിട്ടുമ്പോൾ വീണു. അപ്പൊ അമ്മ ഓടി വരും ചെയ്തു. അമ്മ ഓടി വന്നു കാണി എനിക്ക് നെരിവട്ടാക്കി. അപ്പൊ എനിക്ക് തോന്നുകയാണ് ഞാനാണ് എനിക്കൊന്ന് പറയാനുള്ളത് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരെ കുറിച്ചാണ്. ഭയങ്കര യോജിപ്പുള്ള അനിയന്മാരും സിസ്റ്ററുമാണ്. അത് പറയാൻ പറ്റാനില്ല. കാരണം ഇപ്പോൾ പല അവസരങ്ങളിൽ ഞങ്ങൾക്ക് ബാധ്യമാണ്. ഞങ്ങൾ വന്ന എല്ലാ സ്ത്രീകളും ഈ 4 പേരുടെ ഭാര്യമാരും നല്ല യോജിപ്പിലാണ് ഇതുവരെ. ഇവിടെ നമ്മൾ ടച്ചുകൂടെ അങ്ങനെ തന്നെ പോകട്ടെ. അതെനിക്കൊരു വലിയ ഭാഗ്യമാണ്. ഇവിടെയും അഭിമാനത്തോടെ തന്നെ ഞാൻ അച്ഛൻ ഒരു അന്യൻ എന്ന നിലയിൽ എങ്ങനെയായിരുന്നു ചെറുപ്പത്തിൽ ഞങ്ങൾ കാണുന്നതിന് മുമ്പേ? നല്ലൊരു സമയത്ത് ഞാൻ സർവീസിലേക്ക് കൂടുതലായിട്ടുണ്ട്. 10 വർഷം ഞാൻ ഉണ്ടാവുമ്പോൾ പിന്നെ അവധിയൊക്കെ വരുന്നപ്പോൾ നിങ്ങളെ കാണുന്നത്. അച്ഛൻ ഭയങ്കര ദേഷ്യക്കാരനാണെന്ന് കേട്ടിട്ടുണ്ട് എല്ലാവരും. ആരോഗ്യ സൗഖ്യം നേരുന്നു. എൻ്റെ എല്ലാ വിഷമങ്ങളിലും സന്തോഷത്തിലും ഒക്കെ പങ്കുചേർന്നിട്ടുള്ളവരാണ്. അല്ലാതെ എനിക്ക് ഒന്നും പറയാനില്ല. അതെ, അച്ഛനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഭാസ്കരനെ പറ്റി പറയുകയാണെങ്കിൽ സത്യേട്ടൻ അച്ഛനായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആണ്. ഞങ്ങൾ തമ്മിലൊരു സഹോദരൻ ബന്ധം മാത്രമല്ല, ഒരു അങ്ങേയറ്റം ഒരു ഫ്രണ്ട്ഷിപ്പിലാണ് ഞങ്ങൾ ജീവിച്ചു പോകുന്നത്. അതിനുവേണ്ടി ആയുരാരോഗ്യ
എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഐശ്വര്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ചെറിയ മോനെ ഞാൻ കൊണ്ടുവന്നതിന് ശേഷം എല്ലാവരും ഓർമ്മകളായി കണ്ട് ചുറ്റും വട്ടത്തിലിരുന്ന് കുഞ്ഞിനെ കളിപ്പിക്കുന്നു. കുട്ടിയൊക്കെ എന്ത് ഭക്ഷണം കഴിഞ്ഞ് ഭാസ്കരനാണ് എപ്പോഴും എൻ്റെ കൂടെ കുഞ്ഞിനെ കോളേജിലേക്കൊക്കെ എടുത്തുകൊണ്ടുവരാനും അത് അങ്ങനെ ഞങ്ങൾ നല്ല കൂട്ടുകുടുംബമായിട്ട് ജീവിച്ചതാണ്. ഏട്ടനായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. എപ്പോഴും ഞാനെപ്പോഴും പോവുകയൊക്കെ ചെയ്യുന്ന സ്ഥലമാണ്. ഞാൻ ആദ്യമായി കാണുന്ന യേശുയുടെ കല്യാണം ഫിക്സ് ചെയ്യുമ്പോൾ ഓഫീസിൽ പോയിട്ടാണ്. സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ, ഹാൻസം ബോയ്. സോ എനിക്ക് തോന്നി കണ്ടാൽ തന്നെ ആളെ വളരെ സൗമ്യമുള്ള സ്വഭാവമുള്ള ആളെ സംസാരിച്ചുകൊണ്ട് നോക്കിയപ്പോൾ കുറേ കാലമായി ഞങ്ങളായിട്ട് ക്ലോസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു. വളരെ സിമ്പിൾ ആൻഡ് ഡൗൺ ടു എർത്ത് പേഴ്സണാണ് ഭാസ്കരൻ. എപ്പോഴും എന്ത് സഹായം ചോദിച്ചാലും ആർക്ക് വേണ്ടിയും ഓടിയെത്തുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് ഭാസ്കരൻ. വളരെ റെയറായിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ് ഞാൻ ഭാസ്കരനെ കണ്ടിട്ടുള്ളത്. ഏത് നിമിഷത്തിലും അപ്രോച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ റെഡി ടു ഹെൽപ്പ്, ഔട്ട് ഓഫ് വേ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞങ്ങൾ വളരെ ഭാഗ്യവാന്മാരാണ് ഭാസ്കരനെ പോലത്തെ ഞങ്ങൾ ഇപ്പോൾ കഴിവുകളുണ്ട്. പക്ഷെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഭാസ്കരൻ ഏത് നിമിഷവും എന്ത് ഹെൽപ്പ് ചെയ്യാൻ കഴിയും. സോ ഞങ്ങൾ വളരെ ലക്കിയാണ് ഭാസ്കരനെ ഒരു പണിയെ കിട്ടിയത്. മോർ ദാൻ ദാറ്റ് വെരി ഗുഡ് ഹ്യൂമൻ ബീയിങ് ഭാസ്കരൻ. ഇനിയും എത്രയോ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനുള്ള അവസരം വിഷയം കൊടുക്കട്ടെ. ആരോഗ്യസുഖം ഇതേമായുള്ള ആഘോഷങ്ങളിൽ എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സർവേശ്വരനോട് ഓൾ ദി ബെസ്റ്റ്. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഭാസ്കരൻ എനിക്ക് സിസ്റ്ററോ ഭർത്താവായിട്ടല്ല, കൂടെ വന്ന സഹോദരനായിട്ട് തന്നെയാണ്. എൻ്റെ എല്ലാ കഷ്ടത്തിലും നഷ്ടത്തിലും എല്ലാവരും എനിക്ക് ഭയങ്കര താഴെ നിന്നാണ്. ഹാപ്പി ബർത്ത്ഡേ. അദ്ദേഹത്തിന്റെ അമ്മ ഈശ്വരന്റെ വീട് കാണാൻ വന്നപ്പോ ഈശ്വരൻ ഭർത്താവ് പറഞ്ഞു, ഒരു സുന്ദരനായ സുമുഖനായ ഒരാള് ഇരിക്കുന്നുണ്ടായിരുന്നു, അവരായിരിക്കും എൻ്റെ ഭർത്താവ്. ഇതാണ് ഭാസ്കരൻ വേണ്ടി ആദ്യം എൻ്റെ അമ്മ പറഞ്ഞത്. അമ്മ വീട് കാണാൻ വന്നപ്പോൾ ഭാസ്കരൻ ഞാൻ ഏറ്റവും അധികം കണ്ടിട്ടുണ്ട്. സുന്ദരനായ സുമുഖനായ ഒരു ആളോട് ഇരിക്കുന്നുണ്ടായിരുന്നു. ഇതാണ് എൻ്റെ അമ്മ പറഞ്ഞത്. അമ്മ പറഞ്ഞില്ല. ഓക്കെ, അതിനുശേഷം ഞങ്ങളുടെ അനുഭവം പറയുകയാണെങ്കിൽ റിയലി ഈശ്വരൻ പറഞ്ഞ പോലെ മോർ ദാൻ എ ബ്രദർ ഭാസ്കരൻ ഞങ്ങൾക്ക്. ബാംഗ്ലൂരിലാണ് ഞങ്ങൾ എന്തിരുന്നാലും കേരളത്തിൽ എന്ത് കാര്യങ്ങളെങ്കിലും ഭാസ്കരൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് അവരുടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അപ്രോച്ചബിൾ ആൻഡ് ഫ്യൂച്ചറിൽ ഞങ്ങൾ അതിനെ പ്രതീക്ഷിക്കുന്നു. ഇവൻ ഗുരുദേവൻ സേവ് ആയിരുന്നു. ഐ ജസ്റ്റ് കാൺട്ട് ഫോർഗെറ്റ്. ഗുരുദേവൻ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതേപോലെ തന്നെയാണ് ഭാസ്കരൻ. മോർ ദാൻ എ ബ്രദർ. ആൻഡ് ദൈവം എല്ലാവിധ ആയുസ്സും ആരോഗ്യങ്ങളും നൽകി ഇനിയും കുറേ കാലം ഇതേപോലെ ജീവിക്കാൻ ഭാഗ്യമുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ബെസ്റ്റ് വിഷസ്. 101 വയസ്സുള്ള ഉണ്ണിയേട്ടൻ പച്ചപ്പ് പോലെ ഞാൻ ഉണ്ണിയേട്ടൻ തന്നെ വെച്ച് ശീലിച്ചത്. ഉണ്ണിയേട്ടനോട് ആക്ച്വലി വീഡിയോ ഞാനിട്ട് അയക്കാൻ പറഞ്ഞായിരുന്നു. ഉണ്ണിയേട്ടൻ വരാൻ പറ്റിയെന്നാണ് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ ഇപ്പം ഞാൻ പ്ലേ ചെയ്യുന്നില്ല. ഞാൻ ഓൾറെഡി പറയാനുള്ളത് ഉണ്ണിയേട്ടൻ പറയും. എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ആ രണ്ടു വാക്കിലൊന്നും ഒന്നാൻ പറ്റില്ല. മാസം പറയാൻ ചിലപ്പോൾ ഒരു ദിവസം കിട്ടിയാലും പറഞ്ഞു തീർക്കാൻ പറ്റില്ല. അത്ര അധികം ഉണ്ട് ഞങ്ങൾ വെരി ഫസ്റ്റ് ഡേ ഓൺവേഴ്സ്. ഞാൻ സർവീസിൽ ചേർന്ന ആ ദിവസം ഭാസ്കരനായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയത്. എങ്ങനെയാണ് അത് ആ ബോണ്ടിങ് വന്നത് എന്ന് എനിക്ക് അറിയില്ല. ഞങ്ങളൊരു വലിയ ഗ്യാങ്ങായിരുന്നു ഓഫീസിൽ. ഈ പറഞ്ഞ മാതിരി സുന്ദരേട്ടൻ, തൊട്ടടുത്തിരിക്കുന്ന ബാലകൃഷ്ണൻ, ദയാനന്ദൻ, ഇങ്ങനൊരു വലിയ ഗ്യാങ് ഉണ്ടായിരുന്നു. ഏത് കാര്യത്തിനും മുന്നിൽ നിന്നിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്ന എൻവയറമെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എൻ ഈസി ജോബ്. അവിടെ ഒരു സംഘമായിട്ട് ജോലി ചെയ്ത് എന്താ പറയുന്നത്, അത്ര തന്നെ കണക്ഷൻസ് ഞങ്ങൾ തമ്മിൽ ഏത് സമയത്തും ഉണ്ടായിരുന്നു. ഞാനും ഭാസ്കരനെ പറഞ്ഞപ്പോൾ ശിവൻ ഭാസ്കരനെ പറ്റി പറഞ്ഞു. ഞാൻ ആദ്യമായിട്ട് കാണുന്നു ഭാസ്കരൻ പെണ്ണ് കാണാൻ വന്നത്. എന്നാൽ
1980 ഭാസ്കരൻ തിരുവനന്തപുരം കാലത്തെത്തിയിട്ടുണ്ട്. ജയശ്രീക്ക് അറിയില്ല, വിവേകിന് അറിയാം, നവീനും അറിയില്ല. അത് ശിവന് ആദ്യം പറഞ്ഞ ശിവന വന്നിരുന്നു. 1980 എന്റെ ഏട്ടന്റെ മകന്റെ ചോറൂണിന് ഭാസ്കരൻ ചായചാരണത്തിൽ വന്നിട്ടുണ്ട്. ഭാസ്കര ഓർമ്മിക്കുന്നുണ്ടോ? ഫസ്റ്റ് തിരുവനന്തപുരത്തെ കാൽവെപ്പാണ്. രണ്ടാമത് തിരുവനന്തപുരം ഭാസ്കരൻ കാൽവെക്കുന്ന ജയശ്രീനെ കാണാം. അന്ന് തിരിച്ചു വന്നിട്ട് ഓഫീസിൽ ഭാസ്കരൻ മോർഗേറ്റിലായിരുന്നു. ഒന്നും പറ്റിയതല്ലെങ്കിൽ ഹൃദയം ഞാൻ അവിടെ കൊടുത്തിട്ടാ അന്ന് ഭാസ്കരൻ ഇത്ര വലിയ കുറച്ചൊരു ഷൈയായിരുന്നുണ്ടാകും. ആ മുമ്പിൽ അത്ര പുഷ് ചെയ്ത് പോകാൻ ഒരു മടിയൊക്കെ ഉള്ളതാണ്. പിന്നെ ഭാസ്കരൻ വരുന്നത് കല്യാണത്തിനാണ്, ജയശ്രീന്റെ കല്യാണത്തിന്. ജയശ്രീന്റെ കല്യാണം കഴിഞ്ഞോടുകൂടി ഭാസ്കരനാകെ ഒന്ന് മാറി. പിന്നെ മൂപ്പർ എവിടെ ഇടിച്ചു തീർന്ന ഒരാളായി പോയി. ജയശ്രീന്റെ ട്രെയിൻ കൊണ്ട് ഭാസ്കരൻ എത്രയായിരുന്നു ഞാൻ പറയുന്നത്. അത്ര ഒരു എന്താ പറയുക, ബോണ്ടിങ്ങുള്ള ഒരു കപ്പിൾസായി മാറി അവരാണ്. പിന്നെ ഞങ്ങൾ പലപ്പോഴും പല ട്രാൻസ്ഫറുകൾ ഉദ്യോഗക്കായിട്ടും ഇങ്ങനെയായിട്ട് ഞങ്ങൾ ഓഫീസിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയുന്നുണ്ട്. എങ്കിലും ഈ 45-50 കൊല്ലായിട്ട് 46 അത്രയും കൊല്ലായിട്ട് ഞങ്ങൾ നിരന്തരം പ്രവർത്തിക്കുന്നു. ഏത് മാസത്തിൽ ഒരു 2 പ്രാവശ്യമെങ്കിലും ഭാസ്കരൻ ഞങ്ങൾ കൂടെ സംസാരിക്കും. എല്ലാ 2-ാം തീയതി ഞങ്ങൾ അമരാവതിയിൽ വെച്ചിട്ട് മീറ്റിംഗ് ചെയ്യും. പറ്റാവുന്ന സമയത്തൊക്കെ അതിനിടയ്ക്ക് എനിക്ക് കുറേയൊക്കെ പറ്റാതായി. അത് അതൊന്നും വലിയ വിഷയമല്ല. ഇപ്പോഴും ഞാൻ നിൽക്കുന്നത് ഈ സമയത്ത് ഇതിനു വേണ്ടി മാത്രം. ഭാസ്കരൻ 25-ാം തീയതി വരണമെന്ന് വന്ന് ക്ഷണിച്ചപ്പോൾ ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ ആവില്ല. ഞാൻ എറണാകുളത്തായിരുന്നു. ഇതിനു വേണ്ടി തന്നതാണ്. ഭാസ്കരന്റെ ഈ ഒക്കേഷൻ കഴിഞ്ഞിട്ടേ പോകാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അതിനുവേണ്ടി മാത്രം തോന്നുന്നു. അതിനെനിക്ക് ഭയങ്കരമായിട്ട് ഹാപ്പിനെസ് തോന്നുന്നുണ്ട്. കാരണം ഇത്രയും നല്ലൊരു കലയ്ക്ക് തിരുവനന്തപുരത്തെ ഒരുപാട് ആൾക്കാരെ കുറെ ആൾക്കാരെ കാണാൻ പറ്റി. ശിവൻ അങ്ങനെ കുറെ ആൾക്കാരെ എനിക്ക് കാണാനും പറ്റി. ഗ്രേറ്റ് ഒക്കേഷൻ. എന്റെ കസിൻസിന്റെ അടുത്ത് നിന്ന് കേൾക്കാം. ആദ്യമായിട്ട് അച്ഛന്റെ മൂത്ത ഏട്ടന്റെ മകന് ഉണ്ണികൃഷ്ണൻ. അച്ഛൻ്റെ ഒരു കോമൺ ഫാക്ടർ എനിക്ക് എല്ലാവർക്കും അച്ഛൻ്റെ അടുത്ത് അടി കിട്ടിയിട്ടുണ്ടാവും. ഞങ്ങൾ കൂടുതൽ അടി കിട്ടാത്തവരെ ആരുമില്ല അച്ഛൻ്റെ അടുത്ത്. സത്യം പറഞ്ഞാല് സത്യം പറഞ്ഞ പോലെ അച്ഛന്റെ സ്ഥാനത്താണ്. പക്ഷെ ഞങ്ങൾ അങ്ങനെയായിരുന്നില്ല, വളരെ ക്ലോസ് ആണ്. എന്തും പറയാം, ആ ഒരു സ്ഥാനത്ത് അയച്ചു തന്നിട്ട്. പക്ഷെ അതിന് ലിമിറ്റ് ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും വളരെ എപ്പോഴും എന്താ പറയാ, സ്വന്തമായിട്ട് കാണുന്നത് അച്ഛൻ എല്ലാവരും എല്ലാവിധ ആശംസകളും നേരുന്നു. അങ്ങനെ പറഞ്ഞ പോലെ തന്നെയാണ് ഇലക്ഷൻ നമുക്ക് ഇങ്ങനെ ഫ്രണ്ട്ലി ആയിട്ട് എന്തും സംസാരിക്കും. എപ്പം ഏത് സമയത്തും അങ്ങനെയായിരുന്നു. പിന്നെ ഞാൻ ചെറുപ്പകാലത്ത് ഇവിടെ തായപ്പടശ്ശേരി ഇലക്ഷൻ്റെ കൂടെയൊക്കെയാണ് നിൽക്കുന്നത്. പിന്നെ ഇത് പറയുന്നത് ഇനി അങ്ങോട്ട് ഇത്രയും കാര്യം നല്ല ഓക്കെ. ആ ഒരു അനുഭവം പങ്കുവയ്ക്കാൻ ഞാൻ ടീച്ചറോട് പറയും. ആ ഒരു അനുഭവം പിന്നെ മാത്രമല്ല, നവീന ഈ ഭാഗത്ത് ഇവർ മാത്രമേ വാങ്ങി തന്നത് ചേച്ചിയാണ്. ആയുരാരോഗ്യ സൗഖ്യം നേരാണ് എൻ്റെ അച്ഛനെ നേരുന്ന പോലെ തന്നെ. കാരണം അച്ഛൻ തന്നെയാണ്. കാരണം ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഏറ്റവും കൂടുതൽ അവിടെ നിന്നിട്ടുള്ളത് ഈ കൂട്ടത്തിൽ ഞാനായിരിക്കും എൻ്റെ ഓർമ്മയില്. കാരണം സ്കൂളിൽ പോകാൻ എളുപ്പത്തിന് കുറേ മാസങ്ങളോളം നിന്നിട്ടുണ്ട്. അപ്പൊ അച്ഛനെയും മേമേനെയും അതുപോലെ അവിടുത്തെ മുത്തശ്ശി അമ്മൂമ്മേനെയും മുത്തശ്ശനെയും ഒക്കെ ഓർക്കാണ്. എന്താ തിരുവനന്തപുരം പോവാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഉത്സവം പോലെയായിരുന്നു. കാരണം അവിടെ ഒരു പ്രത്യേക വൈബായിരുന്നു. എല്ലാവരും എന്താ പറയാ, എടുക്കുന്നു, ടി വി അതെ അതാ പറഞ്ഞത്. അപ്പൊ ഒരു പ്രത്യേക വൈബായിരുന്നു അവിടെ പോവാന്ന് പറഞ്ഞാൽ. എല്ലാവർക്കും വെക്കേഷന് കാത്തു നിൽക്കും. വെക്കേഷൻ ഞാൻ പിന്നെ വെക്കേഷൻ അല്ലാതെ ഒക്കെ പോയിട്ടുണ്ട്. പിന്നെ ഏച്ചനോട് തള്ളിയിട്ടാന്ന് പറഞ്ഞാൽ നിവൃത്തിയിലായിട്ട് ഏച്ചൻ തച്ചു പോയതായിരിക്കും. കാരണം അമ്മാതിരി കയ്യിലിരിപ്പായിരുന്നു ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നത്.
റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ആയിക്കോട്ടെ. എന്നാലും അച്ഛൻ ഇമോഷൻ ആയാലും ഞാൻ ഒട്ടും അത്ഭുതപ്പെടുന്നില്ല. കാരണം അവര് തമ്മിലുള്ള ഒരു ബോണ്ട് എത്രയാണെന്ന് എനിക്കറിയാം. കാരണം ഏച്ചന് എന്തെങ്കിലും വയ്യാന്നോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏച്ചനെക്കാളും ടെൻഷനാണ് അച്ഛന് വീട്ടില്. അപ്പൊ അത്രയും ഒരു ബോണ്ടാണ് അവര് തമ്മില്. ഒരു ബ്രദർ, ഒരു ഞങ്ങൾ കളിയാക്കും, നിങ്ങളെ ഇരട്ട കുട്ടികളാണെന്ന് ചോദിച്ച് കളിയാക്കാറുണ്ടായിരുന്നു. അത്രയും അവര് ചെറുപ്പത്തിൽ. അതേപോലെ കൺമണി മേമ, എല്ലാവരും. പിന്നെ ഏട്ടന്മാര് പിന്നെ ഓരോട് കുറച്ചൊരു റെസ്പെക്ട് കൂടുതലാണ് ഏട്ടന്മാരോട്. അപ്പം എന്തൊക്കെ പറഞ്ഞാലും നല്ലത് മാത്രം മനസ്സിൽ ഓർക്കുന്ന ഒരു ഓർമ്മയാണ് ഏച്ചന്റെയും മേമയ്ക്കും ഒക്കെ കൂടെ ചെറുപ്പത്തിൽ നിൽക്കാന്നുള്ളത്. അപ്പൊ ആ ഒരു കാലം ഇനി ഇല്ലല്ലോ എന്ന് ആലോചിക്കുമ്പോ, അന്നത്തെ ആ ഒരു കാലം ഇല്ലല്ലോ എന്ന് ആലോചിക്കുമ്പോ ഒരു സങ്കടമുണ്ട്. ഏച്ചനെ ഒരിക്കൽ കൂടി ഒരുപാട് കാലം ഇങ്ങനെ സന്തോഷത്തോടെ എല്ലാവരും കൂടെ നിൽക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാവിധ ആശംസകളും പറയുന്നില്ല. ഒരു പറഞ്ഞ പോലെ തന്നെ മനു കൂടെ ഏച്ചയുടെ കൂടെ ഇതേമാതിരി ഒരുപാട് നല്ല ദിവസങ്ങൾ അവിടെ തിരുവനന്തപുരം ഞാനും ചെലവഴിച്ചിട്ടുണ്ട്. കളിക്കാൻ നല്ല ഓർമ്മയുണ്ട്. പിന്നെ ഏച്ചയൊക്കെ ആലോചിക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് ഞങ്ങളോട് ഏറ്റവും കൂടുതൽ കളിക്കാൻ വരുന്ന ആളെ ഏച്ചനായിരുന്നു. ഞങ്ങൾക്ക് ചെറിയ പിള്ളേരെന്ന് പറയുന്നത് ബാക്കിയുള്ള ഉച്ചനായാലും അച്ഛനായാലും മക്കളെ ഞങ്ങളോട് കളിക്കാനൊന്നുമില്ല. ഏച്ചനാകുമ്പോൾ അവിടെ പോയാൽ ഞങ്ങളെ കൂടെ തന്നെ ഉണ്ടാവും കളിക്കാനൊക്കെ. അങ്ങനെ ഒരു ഇൻവോൾവ് ചെയ്ത ഒരാളായിരുന്നു. പിന്നെ ഏച്ചനെ പറ്റിയുള്ള ഒരു ഓർമ്മ എന്ന് കഴിഞ്ഞാൽ പണ്ട് ഞാൻ ആദ്യം ഒരു 2 വീലർ കയറുന്ന ഏച്ചൻ്റെ കൂടെ ആയിരിക്കും. എത്ര കാലം മുന്നേ ഏച്ചൻ ഒരു കൈനറ്റിക് ഹോണ്ട ഓടിച്ചിട്ട് ഏച്ചൻ പോകുന്നത് എനിക്കിപ്പോഴും നല്ല ഒരു കയറാൻ വിചാരിച്ചുള്ള കാര്യം. കുറേ കാലത്തിന് ശേഷമാണ് പിന്നെ അച്ഛനെ വണ്ടി എടുത്ത് ഓടിക്കാൻ തുടങ്ങിയ ശേഷം വേറെ വണ്ടി കയറിയിട്ടുണ്ട്. അതൊക്കെ ഒരു മറക്കാൻ പറ്റാത്ത ഓർമ്മയാണ്. എന്തായാലും ഏച്ച എല്ലാവിധ ആശംസകളും നേരുന്നു. അതുപോലെ പോരട്ടെ എന്ന് വെച്ചിട്ട് നമ്മളൊരു പ്ലാനിങ് ഇല്ലാതെ തുടങ്ങിയത്. അച്ഛനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാനൊരു അച്ഛനായി കഴിഞ്ഞ ശേഷമാണ് എനിക്ക് അച്ഛൻ്റെ പല കാര്യങ്ങളും പണ്ട് ഞങ്ങളെ ചീത്ത പറഞ്ഞ കാര്യങ്ങളും അത് എടുത്ത ഡിസിഷൻസും കാര്യങ്ങളും എല്ലാം എത്രത്തോളം കറക്റ്റായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്ന സത്യം പറഞ്ഞ് ഞാനൊരു അച്ഛനായി കഴിഞ്ഞ ശേഷമാണ്. കാരണം പല സമയത്തും അച്ഛനും ഞങ്ങളുമായിട്ട് പല സംസാരത്തിലൊക്കെ പല ഡിസിഷൻസും എനിക്ക് ഇഷ്ടപ്പെടാറില്ല. ഓബിയസ്ലി പറഞ്ഞ പോലെ ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് നമുക്കറിയില്ല. ഒരു ചെറിയൊരു ഇൻസിഡന്റ് ഞാൻ പറയാം. ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന സമയത്ത്, ഹരിയാനയിൽ പഠിക്കുന്ന സമയത്ത് ഒരു 6 മാസം അവിടെ പോയി നിന്നപ്പോൾ എനിക്ക് പറഞ്ഞ പോലെ റാഗിങ്ങിന്റെ പ്രശ്നം ഭയങ്കര കൂടുതലായിരുന്നു. ഭയങ്കര റാഗിങ്ങിന്റെ പ്രശ്നമായിട്ട് ഞാൻ വീട്ടിൽ വിളിച്ചിട്ട് അമ്മേനോട് സംസാരിച്ചു. അമ്മേനോട് ഞാൻ കരഞ്ഞു. ആക്ച്വലി ഞാൻ പറഞ്ഞു എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല, ഞാൻ തിരിച്ചു വരട്ടെ എന്ന് ഞാൻ ചോദിച്ചു അമ്മയോട്. അപ്പൊ അമ്മ അപ്പൊ തന്നെ, അമ്മ എപ്പോഴും ഇമോഷണൽ ഇതിൽ കാണുന്നതാണ് കാര്യങ്ങളൊക്കെ. അപ്പൊ അമ്മ പറഞ്ഞു, നീ വന്നോ, എന്താണെങ്കിൽ തിരിച്ചു വന്നു, കുഴപ്പമില്ല, നമുക്ക് ബാക്കി പിന്നെ നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മ പറഞ്ഞു, നീ 1 മിനിറ്റ്, അച്ഛനപ്പുറത്ത് നിൽക്കുന്നുണ്ട്, ഞാൻ ഫോൺ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛന് ഫോൺ കൊടുത്തു. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് ആക്ച്വലി അമ്മ പറയണ പോലെ അച്ഛനത് പറയുന്നുണ്ടെങ്കിലും മോനെ കുഴപ്പമില്ല നീ പോര് എന്ന് പറയുന്നതാണ് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് അച്ഛൻ ഫോൺ എടുത്തിട്ട് പറഞ്ഞു, മോനെ നീ തിരിച്ചു വരികയാണെങ്കിൽ തിരിച്ചു വന്നോ, ഈ വീട്ടിനകത്തേക്ക് കയറിയാൽ നിന്റെ കാര്യം ഞാൻ വെട്ടുന്നു പറഞ്ഞു. അപ്പൊ ഈ ഒരു ഡയലോഗില് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു അച്ഛനോട് ആ സമയത്ത്. ലൈക്ക് ഐ വാസ് ഫീലിംഗ് ലൈക്ക് എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്നോട് എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അന്ന് അച്ഛൻ പറഞ്ഞ ആ ഡിസിഷൻ അത് കാരണമാണ് എനിക്ക് ആ എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്. ഞാനിപ്പോൾ എവിടെ നിൽക്കുന്നോ, ഞാൻ എന്തൊക്കെ ആവാൻ വേണ്ടിയിട്ട് എന്തൊക്കെ എനിക്ക് ആവാൻ പറ്റിയോ അതെല്ലാം അച്ഛൻ്റെ ആ ഒരു ഡിസിഷൻ മേക്കിംഗ് കൊണ്ടാണ്. സോ പല കാര്യങ്ങളും ഇപ്പോഴാണ് എനിക്ക് ക്ലിയർ ആയിട്ട് വരുന്നത് അച്ഛൻ എന്തായിരുന്നു അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നുള്ളത്. ഓക്കെ, കൂടുതലൊന്നും പറയുന്നില്ല. അച്ഛനെ പറ്റി പറയുകയാണെങ്കിൽ ഞാനും മേഡമും എപ്പോഴും സംസാരിക്കുന്നതാണ്. അച്ഛൻ എങ്ങനെയാണ്, അതായത് ഞങ്ങളൊരു എന്താ പറയുക, ജോലിയൊക്കെ കിട്ടി ഞങ്ങൾ ഏൺ ചെയ്യാൻ തുടങ്ങി, ഒരു
വീട് പോലും അല്ല, ഞങ്ങൾ ഇൻഡിവിജ്വലായിട്ട് ഞങ്ങൾ ഒരു ഫാമിലി പോലെ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ മാനേജ് ചെയ്യുമ്പോൾ ഞങ്ങൾ ഏട്ടനോട് ചോദിക്കാറുണ്ട്, അച്ഛൻ എങ്ങനെയാണ് ഒരു ഫാമിലി മാനേജ് ചെയ്യുന്നത്, എന്തൊക്കെ എക്സ്പെൻസസ് ഉണ്ട്, അപ്പം അതിനനുസരിച്ചിട്ടുള്ള ഏർണിങ്സ് അച്ഛനുണ്ടോ, അങ്ങനത്തെ കുറേ ഡൗട്ടുകൾ ഞങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്യാറുണ്ട്. ബട്ട് ഞാൻ പറയുകയാണ്, ഐ മീൻ ഹി നോസ്, അവർക്ക് അച്ഛനറിയാം ആൾക്ക് ഏത് സമയത്ത് ആൾക്കാർക്ക് എന്താ വേണ്ടതെന്ന് അച്ഛനറിയാം. അത് അതാത് സമയത്ത് അച്ഛൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഞാനും എനിക്ക് വേണ്ടതും എത്തിച്ച് തന്നിട്ടുണ്ട്. അത് എങ്ങനെയായാലും അച്ഛൻ ഇസ് മേക്ക് ഷുവർ ദാറ്റ് ഞങ്ങൾ അത് അവിടെ കിട്ടി, ഞങ്ങൾക്ക് അത് കിട്ടിയിട്ട് വി ആർ ഹാപ്പി ആയിട്ട്. അപ്പം എന്താ പറയുക, ഞാനും കാരണമായാലും ഇപ്പോഴും അതാണ് ഫോളോ ചെയ്യുന്നത് ഞങ്ങളുടെ മക്കളുടെ കാര്യത്തിലായാലും. അതായത് ചീത്ത പറയേണ്ട സമയത്ത് ചീത്ത പറയണം, സ്നേഹിക്കേണ്ട സമയത്ത് സ്നേഹിക്കണം. സത്യം ഞാൻ കുറെ ആലോചിച്ച് വന്നത്, പക്ഷെ എനിക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റുന്നില്ല. പക്ഷെ ഞാൻ ഡാഡിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളൊരു ജോലിയൊക്കെ കിട്ടി പുറത്തൊക്കെ പോയി ഒരു ഫാമിലിയൊക്കെ ആയതിനു ശേഷം ഞാൻ എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, ഡാഡാ ലാസ്റ്റ് ആയിട്ട് ഡാഡൻ അച്ഛൻ എപ്പോഴാണ് വന്ന് ഫേസ് ടു ഫേസ് കെട്ടിപ്പിടിച്ചിട്ടുള്ളത്? അപ്പോൾ ഡാക്ടർ ഇങ്ങനെ ആലോചിക്കുക, എപ്പോഴാണ് ലാസ്റ്റ് ആയിട്ട് ഫേസ് ടു ഫേസ് കെട്ടിപ്പിടിച്ചത്? അവിടെ പറഞ്ഞ എനിക്ക് ഓർമ്മയില്ല. ഞാൻ പറഞ്ഞ എനിക്ക് ഓർമ്മയില്ല. ഞാൻ പറഞ്ഞ ഡാഡാ നമുക്ക് ഇപ്രാവശ്യം സ്റ്റേജിൽ എല്ലാവരും മുമ്പ് നമുക്ക് അച്ഛനെ ഫേസ് ടു ഫേസ് കെട്ടിപ്പിടിക്കണം. അത് ചിലപ്പോൾ അച്ഛനും നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഡാക്ടറെ വിളിക്കാനൊക്കെ ചെയ്തത് കെട്ടിപ്പിടിക്കാൻ. പിന്നെ അത് എന്നെ ഏറ്റവും കൂടുതൽ പഠിപ്പിച്ചുള്ള ഒന്നാമത്തെ ഉത്തരവാദിയാണ് അതായത് മുത്തശ്ശന്റെ അമ്മയുടെ അച്ഛന്റെ ലാത്തിയൊക്കെ ഉണ്ടായിരുന്നു അവിടെ തൂക്കിയിട്ടുണ്ടായിരുന്നു. ഒരിക്കൽ അച്ഛൻ ഭയങ്കര സ്പോർട്സ്മാൻ ആണെന്നുള്ളത് ഞാൻ വളരെ വളരെ എന്താ പറയുക ഒരു ഹാർഡ് വേയിലാണ് ഞാനത് അറിഞ്ഞിരുന്നത്. കാരണം ഒരു ദിവസം എന്തോ ഒരു പ്രശ്നം ഉണ്ടായി നിൽക്കുമ്പോഴാണ് അച്ഛൻ ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് കയറി വരുന്നത്. അപ്പൊ കയറി വരുമ്പോൾ അമ്മ പരാതിയായിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് പോവാണ്. എനിക്ക് മനസ്സിലായി അച്ഛൻ്റെ പരാതി കേട്ട് കഴിഞ്ഞാൽ അച്ഛൻ എന്തായാലും എന്നെ അടിക്കാൻ പറ്റുന്നത്. ഞാൻ ഓടി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 10-15 മീറ്റർ ഞാൻ ഓടി. അച്ഛൻ ആദ്യം കിട്ടത് ലാത്തിയാണ്. അച്ഛൻ അതുകൊണ്ട് എറിഞ്ഞു പിടിക്കട്ടെ. അതാണ് എനിക്ക് മനസ്സിലായത് അച്ഛൻ ഭയങ്കര നല്ലൊരു സ്പോർട്സ്മാൻ ആണെന്നുള്ളത്. അപ്പം മക്കൾ എന്ന നിലയ്ക്ക് ഞാൻ ഒരുപാട് പറയാനുണ്ട്. പക്ഷേ ഞാൻ സത്യം പറഞ്ഞാൽ ഇമോഷണൽ ആയിട്ട് എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല. ഞാൻ കുറെ എന്തൊക്കെ ആലോചിച്ചാണ് കഥകളെ കുറിച്ച് പറയുന്നത്. പക്ഷെ ഒന്നും എനിക്ക് അങ്ങോട്ട് പുറത്തേക്ക് വരുന്നില്ല. ഞാൻ അടുത്തതായി ഞാൻ സജിഷനോട്, അതായത് എൻ്റെ വൈഫ് ആസ് എ മരുമോൾ അല്ലെങ്കിൽ ആസ് എ ഫാദർ ഇൻ ലോ എങ്ങനെയാണ് അച്ഛൻ അച്ഛനാണെങ്കിൽ 10 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് അവിടെ വന്നിട്ട് സ്വന്തം അച്ഛനെ പോലെ തന്നെ. അല്ലെങ്കിൽ ഇവരൊക്കെ പറയില്ല അച്ഛൻ്റെ വേർഷൻ മാത്രമല്ല, ഫ്രണ്ട് വേർഷൻ കൂടെ ശരിക്കും ഞാനൊരു ഒന്നൊക്കെ ശരിക്കും ആവാറുണ്ട്. ഞാൻ തമാശക്ക് ഭാസ്കർ എന്നായിരുന്നൊക്കെ വിളിക്കാറ്. അപ്പം അച്ഛൻ ഒരുപാട് കാലം ഞങ്ങളെ പോലെ ഇതുപോലെ ഞങ്ങളുടെ മക്കൾക്കൊക്കെ നല്ല അച്ഛനായിട്ടും ഇതുപോലെയൊക്കെ പോട്ടെ. അച്ഛൻ്റെ ഏറ്റവും വലിയ ക്ഷമ കണ്ടത് ഞാൻ ഈ കൊച്ചുമക്കളെടുത്താണ്. ഈ റയാൻ്റെ അടുത്തും ഒക്കെ അച്ഛൻ ക്ഷമയില്ല ദേഷ്യമാണെന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് അച്ഛൻ്റെ ഏറ്റവും നല്ലൊരു വേർഷൻ അച്ഛൻ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ നല്ലൊരു അച്ഛൻ മരുമകൾ എന്നുള്ളത് അതിലെയാണ് ഇവരച്ഛൻ ഞങ്ങൾ രണ്ടുപേരും ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. മകളായിട്ട് തന്നെയാണ്. അതുപോലെ അച്ഛനെ കുറേ കാലം അച്ഛൻ്റെ കൂടെ ജീവിക്കാൻ പറ്റട്ടെ ആശംസിക്കുന്നു.
ഏച്ചെന്നല്ല, ഉണ്ണിയാണ് എപ്പോഴും ഭാസ്കരേട്ടൻ എന്ന് പറഞ്ഞാൽ ഞാനും അങ്ങനെയാണ്. പക്ഷെ ഞാൻ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എന്തും തുറന്നു പറയും, എങ്ങനെ വേണമെങ്കിലും സംസാരിക്കാം. ഇത്രയും ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വീട്ടിലേക്ക് ഞാൻ വരുമ്പോൾ അത്രയും കോഡിയലായിട്ടുള്ളൊരു റിലേഷൻ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. കാരണം എറണാകുളം സൈഡിൽ നിന്ന് വന്ന എനിക്ക് കോഴിക്കോട് സൈഡുകാരുടെ ഒരു എന്താ പറയുക, ആ ഒരു പെരുമാറ്റം ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. ഏച്ചനും മേമയ്ക്കും ആശംസകൾ. ഏച്ചനെ 70-ാം പിറന്നാൾ ഇനിയും ഒരുപാട് വർഷം ആരോഗ്യത്തോടു കൂടി ഏച്ചൻ ജീവിക്കട്ടെ. അതേപോലെ ചിരിച്ച മുഖത്തോടു കൂടി നല്ല ഫ്രണ്ട്ലി ആയിട്ട്. ഉണ്ണിയേട്ടന് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഏച്ചനെ കണ്ടില്ലെങ്കിൽ ഭയങ്കര വിഷമം. എങ്ങനെയെങ്കിലും സമയം ഉണ്ടാക്കി ഏച്ചനെ കാണാൻ പോകും. ഏച്ചൻ ഓൾ ദി ബെസ്റ്റ്. പിന്നെ ഏച്ചൻ എപ്പോഴും ഭയങ്കര ഫ്രണ്ട്ലി ആണ്. ഏച്ചൻ എന്നുള്ള ഒരു സ്ട്രിക്ട്നെസ്സിനെക്കാട്ടിലും കൂടുതൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഏച്ചൻ വേഷനാണ് എല്ലാവർക്കും. അതൊക്കെ നിങ്ങൾക്ക് മോളെ അത് ഏച്ചൻ മാത്രം പറയാൻ പറ്റില്ല. സമയം കുറച്ച് ഒരുമിച്ച് എല്ലാത്തിനും കൂടുന്നൊരു വ്യക്തിയാണ് ഭാസ്കരേട്ടൻ. പിന്നെ എനിക്ക് എന്താ വെച്ചാൽ എപ്പോഴും ഇല്ലെങ്കിൽ പറയും ഇന്ന സമയത്ത് പറ്റില്ല പറ്റില്ല, ഇന്ന സമയത്തായാലും എന്നാൽ ശരി, ഞാൻ എന്തായാലും ഇന്നോന്ന് പറയാറില്ല. അത്രയും എൻ്റെ കൂടെ, അതുകൊണ്ടാണ് ഞങ്ങളുടെ അസോസിയേറ്റ് നന്നായി പോയത്. അതേപോലെ രാജചേച്ചി നമ്മുടെ സെക്രട്ടറിയാണ്. ഞങ്ങൾ അവരുടെ ഒരു കൂട്ടായ്മ എന്താ വെച്ചാൽ എന്തും ഞങ്ങൾ അവരോട് സഹകരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഏത് പോസ്റ്റിലായിരിക്കും വെച്ചാൽ അതേമാതിരി തന്നെ അതിന് മാറാൻ ആരും സമ്മതിക്കുന്നില്ല. പ്രസിഡൻസുകാർ എന്താ വെച്ചാൽ ആരും മാറണ്ട, നിങ്ങളൊക്കെ തന്നെ പ്രവർത്തിച്ചാൽ മതി, അവിടെ നന്നായി പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ചെയ്യാറ്. അപ്പോൾ അത് ഞങ്ങൾ ഇങ്ങനത്തെ അങ്ങനെയുള്ള അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടിയിട്ട് ഞങ്ങൾ പ്രവർത്തിക്കൊണ്ടാണത്. ഭാസ്കരനെ എല്ലാവർക്കും ഭാവങ്ങളും നേരുന്നു, ദീർഘായുസ്സും നേരുന്നു. നന്ദി. ഏതായാലും 70-ാം പിറന്നാൾ ആഘോഷിക്കുന്ന ഭാസ്കരനെ ആയുരാരോഗ്യങ്ങളും സന്തോഷം നിറഞ്ഞ ജീവിതം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാനിങ്ങനെ 1983 മെയ് 29-ാം തീയതിയിലേക്ക് ആലോചിക്കുകയാണ്. പിന്നെ കല്യാണം കഴിഞ്ഞ മെയ് 22-ാം തീയതി ഞങ്ങളുടെ കല്യാണം. അത് കഴിഞ്ഞ് അടുത്ത ആഴ്ച ആണ് ഭാസ്കരൻ മണ്ഡൽ ഹൗസിലേക്ക് കയറി വരുന്നത്. അന്ന് മുതൽക്കുള്ള പരിചയമാണ്. അപ്പം ജയശ്രീക്ക് ഭാസ്കരൻ കല്യാണം കഴിഞ്ഞ അന്ന് പാലാഴിയിലേക്ക് വല്ലിച്ച കൊണ്ടുവന്നൊരു ഓർമ്മ ഉണ്ട്. അന്നൊന്നും പിന്നെ നടന്ന് എവിടുന്നാണ് നടന്ന് എവിടെ എത്തിയെന്നറിയില്ല, കുറേ ദൂരം നടത്തിയിട്ടൊരു വീട്ടിൽ കൊണ്ടുവന്നു. അത് ഭാസ്കരൻ്റെ വീടായിരുന്നു. ഇപ്പോഴെങ്കിൽ നമുക്ക് മുറ്റത്ത് വരെ കാറ് പോകും. അന്നങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോഴും ആ വഴിക്ക് പോകുമ്പോൾ ഇത് പണ്ട് നടന്ന സ്ഥലമാണല്ലോ എന്നൊരു ഓർമ്മ വരും. പാലാടി വഴി പന്തീരങ്കാവിലേക്ക് പോകുമ്പോൾ, അല്ല പന്തീരങ്കാവല്ലേ. പിന്നെ ഭാസ്കരനെ പറ്റി പറയുകയാണെങ്കിൽ ഒഫീഷ്യലായിട്ട് പറയുമ്പം രാവിലെ നേരത്ത് ഭയങ്കര സ്ട്രിക്റ്റായിട്ട് ഓടുന്ന ഓട്ടവും ഓഫീസിലേക്ക് പോകുന്നതും വരുന്നതും എല്ലാം കൃത്യമായിട്ടാണ്. ജയശ്രീനെ ഇടയ്ക്കിടയ്ക്ക് കിട്ടും, നല്ല ചീത്തയൊക്കെ കിട്ടാറുണ്ട്. ഇവളൊരു ശരിയില്ല എന്നാ പറയുക ഇടയ്ക്കിടയ്ക്ക്. മക്കളെ പണ്ടുപോലൊക്കെ ഞങ്ങളൊരു ഫ്രണ്ട്സ് എന്നുള്ള നിലയ്ക്കാണ്. ഞാനും ഭാസ്കരൻ എന്ന് വിളിക്കും, ഭാസ്കരൻ എന്നെ രാജീന്ന് വിളിക്കും. അവിടെ ഒരു ഏട്ടനോ ഒരു അനിയത്തിയോ അല്ലെങ്കിൽ എഴുത്തിയമ്മയോ അങ്ങനത്തെ ഒരു ചിന്തയൊന്നുമില്ല. പിന്നെ കൂടുതൽ റിട്ടയർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ തമ്മിലുള്ള ഒരു അതിൻ്റെ ശേഷമാണ് പിന്നെ വൃന്ദയായിട്ടുള്ള വിവേകിൻ്റെ കല്യാണം ഒന്നും കൂടി ഞങ്ങൾ അടുപ്പിച്ചു. പുറമെ ഇപ്പോഴുള്ള ഏറ്റവും അധികം നമ്മുടെ മുരളി വർമ്മമാരെ റെസിഡൻസ് അസോസിയേഷൻ, അതിൻ്റെ പിന്നാലെ ഞാനും ഭാസ്കരനും മുരളിയും കൂടി ഇങ്ങനെ ഒറ്റക്കെട്ടായിട്ട് തിരുവനന്തപുരം മുഴുവൻ നടക്കുക എന്നുള്ളതാണ്. ഭാസ്കരൻ്റെ അടുത്ത് ഭയങ്കര തമാശകളുണ്ടാവും. പക്ഷെ ഇപ്പം എനിക്ക് ഓർത്ത് പറയാൻ കിട്ടുന്നില്ല. അതേമാതിരി എല്ലാവരും ഓണം വന്നാലും ചിരിച്ചിട്ട് ജയശ്രീനി ഭാസ്കരൻ്റെ അടുത്ത് മടങ്ങാറുള്ളൂ. അപ്പം എല്ലാവിധ തമാശകളോട് കൂടിയിട്ട് ഇനിയുള്ള മുന്നോട്ടുള്ള ജീവിതം, മക്കളുടെ എല്ലാ സപ്പോർട്ടും. ഇപ്പം ഇവരിങ്ങനെ ഒരു നല്ലൊരു പരിപാടി അറേഞ്ച് ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം ഒരമ്മയ്ക്കും അച്ഛനും കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണത്. മക്കളുടെ സാന്നിധ്യം, മക്കളുടെ കൂടെ വന്നാൽ ഇത് രണ്ടുപേരും ഒരുമിച്ച്, എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ട് രണ്ടുപേരും ഒരുമിച്ച് എങ്ങനെയെങ്കിലും ലീവ് എടുത്ത് വരും. ഒരുമിച്ചൊരു ട്രിപ്പ് വന്നു കഴിഞ്ഞാൽ വിവേക് വന്നാൽ ഒരുമിച്ചൊരു ട്രിപ്പ്, ഇതെല്ലാം ഇന്നും മനസ്സിൽ സൂക്ഷിക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പം ഇങ്ങനെ ഈ സന്തോഷത്തോടു കൂടി നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ആള് ചെന്നൈയിൽ നിന്ന് ഇവിടെ വന്നിരിക്കുകയാണ്. അതായത് അച്ഛൻ്റെ 70-ാം പിറന്നാൾ കൂടാൻ വേണ്ടി മാത്രം ഫാമിലി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അഭിക്ക് കൊടുക്കട്ടെ. അറിയില്ല, കാരണം എൻ്റെ അച്ഛനാവട്ടെ ഭാസ്കരൻ അച്ഛനായിട്ട് ഭയങ്കര ക്ലോസ് ആയിരുന്നു.
പിന്നെ എനിക്ക് കാലിക്കറ്റിന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഭാസ്കരേശ്വരാണ്. എപ്പോഴും എനിക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ, എനിക്ക് ഇഷ്ടമുള്ള സ്നാക്സ് ആവട്ടെ, ഇല്ല എവിടെ പോകണമെന്നുണ്ടോ, എല്ലാ സ്ഥലത്തും എന്താ പറയുക, ഒരു റെസ്ട്രിക്ഷനോ ഒന്നുമില്ലാതെ കൊണ്ടുപോകും. പിന്നെ എനിക്ക് വിവേകേട്ടനാവട്ടെ അല്ലെങ്കിൽ നവീനേട്ടനാവട്ടെ, അവരെക്കാളും ക്ലോസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭാസ്കരേശ്വരായിട്ടാണ്. സോ ഈ ഒക്കേഷനിൽ എനിക്ക് പറയാൻ ഒന്ന് മാത്രമേ ഉള്ളൂ, വിഷിംഗ് യു എ വെരി വെരി ഹാപ്പി ബർത്ത്ഡേ. ഗോഡ് ബ്ലസ്. ഇതുപോലെ തന്നെ ഇനിയും ഒരുപാട് പിറന്നാളുകൾ കാണാനുള്ള ആശംസകൾ നേരുന്നു. താങ്ക് യു സോ മച്ച്. എന്ന് പറഞ്ഞാൽ എനിക്ക് ഇവരുടെ ഫാമിലിയിൽ വന്നപ്പോൾ ഏറ്റവും അടുപ്പം തോന്നിയത് മുത്തറട്സാണ്. അത്രയും ഫ്രണ്ട്ലി ആണ്, വെൽക്കമിംഗ് ആണ്. എന്താ പറയുക, ഹെൽത്തി ആൻഡ് വെൽത്തി ഇയേഴ്സ് ഒരേ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഭാസ്കരേശ്വരൻ വന്നിട്ട് ഇപ്പൊ നമ്മള് കാലിക്കറ്റിൽ വരുമ്പോ കാണാൻ അങ്ങനെ മാത്രമല്ല, ഈസ് പാർട്ട് ഓഫ് മൈ ഫാമിലി ടു. കാരണം ഇപ്പോൾ എൻ്റെ അച്ഛൻ്റെ ഒരു കാലത്തിന് ശേഷം ആവട്ടെ, ഭാസ്കരേശ്വരൻ എല്ലാത്തിനും സപ്പോർട്ടിന് ഞങ്ങൾ കൂടെ നിൽക്കാറുണ്ട്. നല്ലതും ചീത്തയും എല്ലാത്തിനും ഹീസ് ദെയർ ഫോർ അസ്. സോ സ്പെഷ്യൽ താങ്ക് യു എന്ന് പറഞ്ഞാൽ പോരാ, പക്ഷേ ഈ സിറ്റുവേഷനിൽ ഞാനത് ഐ എം ജസ്റ്റ് യൂട്ടിലൈസിംഗ് ദ ടൈം ഫോർ ദാറ്റ്. താങ്ക് യു സോ മച്ച് ഭാസ്കരേശ്വരൻ. ഓൾ ദ വെരി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ്. ഭാസ്കരമാണ് ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു. ഭാസ്കരമാണ് ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു. Oscar, a very happy birthday. I know it right from many footballs entered Manal family long back. A great human being. And I congratulate me, Vivek. Future birthdays too. Thank you. Many happy returns of the day. Happy birthday. ഭാസ്കര, ഞാൻ ഭാസ്കരനോടുള്ള ബന്ധം അത് എങ്ങനെയാ വെച്ചാൽ മണ്ണിൽ തറവാടുള്ള ഞങ്ങൾക്കെല്ലാം ഭാസ്കരൻ മണ്ണിൽ ഭാസ്കരനാണ്. എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, മണ്ണിൽ ഭാസ്കരൻ നിങ്ങൾ ആരാണ്? മണ്ണിൽ ഭാസ്കരൻ തന്നെയാണ്. ഞങ്ങൾ നമ്മുടെ ആ ബന്ധം എത്രയോ കാലമായിട്ട് ഇവരെല്ലാം ഒരേ വീട്ടിൽ സംസാരിക്കുന്നത്. ഭാസ്കര, ഞങ്ങൾ എന്നും നല്ല കൂടെ തന്നെ ഉണ്ട്. ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാണ്ട്. ഇപ്പം പലരും പറഞ്ഞു ഭാസ്കരന്റെ വീട്ടിൽ വന്ന കാര്യം. അപ്പം ഞാൻ ഓർക്കുന്നത് തോന്നുന്നു മാരേജ് ഫിക്സ് ചെയ്യുന്ന ടൈമിൽ വീട് കാണാൻ പോയപ്പോൾ ഞാനായിരുന്നു 10th കഴിഞ്ഞിട്ട് 83 ആണല്ലോ അല്ലേ. അപ്പോൾ എന്നെയായിരുന്നു ഡെപ്യൂട്ടേഷൻ കിട്ടുന്നത് കൂടെ. അപ്പോൾ ഞാൻ ഇവരുടെ കൂടെയൊക്കെ ഈ പറഞ്ഞ പോലെ ഈ പാടൊക്കെ കയറി ഇറങ്ങി. അപ്പോൾ ഞാൻ അന്ന് ഫസ്റ്റ് ടൈം ആയിരിക്കും ഞാനാണ് ഫസ്റ്റായിട്ട് വീട്ടിൽ വന്ന്. എന്നിട്ട് പിന്നെ അപ്പം എന്നോട് എല്ലാവരും കുറേ കണ്ട് ചോദിച്ചത് ഇപ്പോൾ ഓർക്കുന്നുണ്ട്. അപ്പം ബെസ്റ്റ് കപ്പിൾസ് എവർ സീൻ. അതിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാറുണ്ട് ഏറ്റവും ഒരു ഇന്റലിജന്റ് കോൺവെർസേഷൻ. എനിക്കെപ്പോഴും പലരും ദേഷ്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കങ്ങനെ ഫീൽ ചെയ്യാറില്ല. ഞാൻ എപ്പോഴും ഒരു വളരെ എന്താ പറയുക കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ടാണ് ഞാൻ ഭാസ്കരനെ കാണുന്നത്. ഈ പറഞ്ഞ നമ്മുടെ ഫാമിലിയിൽ വന്ന ഒരാളാണെങ്കിൽ കൂടി കൂടുതൽ നമ്മുടെ കൂടെ ഭാസ്കരൻ ഒരുപാട് എനിക്ക് തോന്നുന്നു പൊളിറ്റിക്കലി ആയാലും പല ഒപ്പീനിയൻസ് ഉള്ള ഒരാളാണ്. ബട്ട് വെരി എക്സ്പ്രസ്, വളരെ ക്ലിയറായിട്ട് കാര്യങ്ങൾ നമ്മുടെ കൂടെ ഡിസ്കസ് ചെയ്യാൻ പലർക്കും പറ്റില്ല. ഇമോഷൻസ് ഒക്കെ വരും. പക്ഷേ നമുക്ക് എല്ലാത്തിനും ഒരു കാഴ്ചപ്പാടുണ്ട്. എനിക്ക് അതുകൊണ്ട് ഒരു കോൺവെർസേഷൻ വളരെ എനിക്ക് ഒരു ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ് ഭാസ്കരൻ്റെ. അപ്പോൾ ഞാൻ അതുപോലെ നിങ്ങൾ എപ്പോഴും എനിക്ക് മണ്ണിൽ ഹൗസിൽ വരാന്ന് പറഞ്ഞാൽ എനിക്ക് സച്ചു നന്ദനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. എപ്പോഴും നിങ്ങൾ നല്ല കാര്യങ്ങൾ രസകരമായി കൊണ്ടിരിക്കും. ഒരു ഒന്നോ രണ്ടോ ഒന്നുമില്ല, പല സാധനങ്ങളുണ്ടാവും, പല വെറൈറ്റി ഉണ്ടാവും. പിന്നെ ബെസ്റ്റ് കോൺവെർസേഷൻ അതിൽ രസകരമായി ഭയങ്കര നിൽക്കാൻ ആരുമില്ല. അതുപോലെ തന്നെയാണ് ഭാസ്കരൻ്റെ എല്ലാം. എൻ്റെ ആ ഫാമിലി ആയിരിക്കും ഏറ്റവും നല്ലൊരു ഫാമിലി ബോണ്ടിങ് വരുന്ന ഒരു കപ്പിൾ ആൻഡ് ഫാമിലിയാണ്. സോ ഐ ചെറിഷ് ദിസ് മൊമെന്റ്. ഭാസ്കരേട്ടാ 70 ഇനി 100 കടന്നു പോകണം. സോ ഓൾ ദ ബെസ്റ്റ് വിഷസ്. താങ്ക് യു. ഞാനും ഭാസ്കരൻ ചെറിയൊരു സിമിലാരിറ്റി ഉണ്ട്. ഞാനും ഭാസ്കരൻ മണ്ണിൽ തറവാട്ടിലേക്ക് വെള്ളിയാഴ്ച വന്നവരാണ്. അങ്ങനെ ഒരു സിമിലാരിറ്റി ഞാനും ഭാസ്കരൻ വന്നിട്ടുണ്ട്. ഭാസ്കരൻ്റെ ദിവസവും അത്രയും നല്ലൊരു സ്മൈലിംഗ് ഫേസ് ഓൾവേസ്. whenever I see him, he always smiles. That smile is superb smile. ഞങ്ങൾ രാവിലെ നടക്കാൻ പോകുമ്പോഴും ഭാസ്കരനെ കാണാൻ അപ്പോഴും ആ ദിവസം ഒരു സുഖമായിരിക്കും. ഭാസ്കരനെ രാവിലെ തന്നെ കണ്ട് ഹായ് ഗുഡ് മോർണിംഗ് പറയുമ്പോൾ ആ സ്മൈൽ എപ്പോഴും കീപ്പ് ചെയ്യട്ടെ.
ഇതേപോലെ ആരോഗ്യം സൂക്ഷിച്ച് ആരോഗ്യത്തോടെ അടുത്ത ഒരു 50 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഒരു സെഞ്ചുറി കഴിച്ചിട്ട് പോവാം. താങ്ക് യു. 70-ാം പിറന്നാൾ വന്നിട്ട് ഞെട്ടിപ്പോയി. 70-ാം പിറന്നാളോ? 60 അതിന് കൂടുതൽ തോന്നുകയില്ല. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വളരെ ഇമോഷണലായിട്ട് സംസാരിച്ചാൽ എന്നെ വിട്ടുപോയ അച്ഛനും അമ്മേൻ്റെ മനസ്സിൽ വിചാരിച്ചിട്ട് 2 വാക്ക്. ഈ പരിപാടിയെ പറ്റി എനിക്കൊരു ധാരണയില്ലായിരുന്നു. ഇതെല്ലാം ഇവരെ 2 പേരും ഇവരെ ഭാര്യമാരും നമ്മുടെ ഏട്ടൻ്റെ 2 മക്കൾസ് എല്ലാവരും കൂടിയിട്ട് ആസൂത്രണം ചെയ്തതിന് ശേഷം ലാസ്റ്റിലാണ് എന്നോട് പറയുന്നത്. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു വേണ്ട, അങ്ങനത്തെ ഫംഗ്ഷനൊന്നും വേണ്ട, വീട്ടിൽ നിന്ന് എന്തെങ്കിലും ചെറുതായിട്ട് അല്ല, ഇതൊരു 70-ാം പിറന്നാളൊക്കെ അല്ലേ, കുറച്ച് ആരെങ്കിലുമൊക്കെ നമ്മൾ വേണ്ടപ്പെട്ടവരൊക്കെ വിളിക്കണം. ഞാൻ പറഞ്ഞപ്പോൾ 70 ഒരു വയസ്സല്ല, 100 വയസ്സുകാരൊക്കെ പ്രശ്നമായിട്ടുണ്ട്. എന്നാലും 70 സപ്തതി അതൊക്കെ മനുഷ്യ ജീവിതത്തിൽ കിട്ടുന്ന ഓരോരോ അവസരങ്ങളാണ്. അപ്പോൾ പിന്നെ മക്കളെ അതിൽ ഞാൻ ഇവരെ 2 പേരെയും ഈ ഏട്ടൻ്റെ മക്കളെയും ഇവരൊക്കെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ തീരെ കാണാത്ത ഒരു പ്രവണതയാണ് ഇങ്ങനെ അച്ഛന് വേറെ ജോലിയൊക്കെ കിട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ഓരോരോ വഴിക്ക് പോകുന്നു. പക്ഷെ അതിനൊക്കെ വ്യത്യസ്തമായി എൻ്റെ ഇപ്പോൾ 60-ാം പിറന്നാളിൽ ഇതേപോലെ 60-ാം പിറന്നാളിൽ വളരെ കൂടുതൽ ആളെ വിളിച്ചിട്ടുള്ള ഒരു വീട്ടിൽ വെച്ചിട്ടായിരുന്നു ഫംഗ്ഷൻ നടത്തുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വീട്ടിലൊന്നും വെച്ചിട്ടുള്ള വയസ്സൊന്നും എല്ലാവരും കൂടെ അറിയിക്കണ്ട. അപ്പം അങ്ങനെയാണ് പരിപാടി ഓട്ടം വെച്ചിട്ട് ചെറിയ പ്രോഗ്രാം ഇട്ടത്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ സംസാരിച്ചപ്പോഴാണ് എന്നെ എത്രയാണ് നിങ്ങളൊക്കെ സ്നേഹിക്കേണ്ടത് മനസ്സിലായത്. ഐ എം റിയലി ഇമോഷണൽ. എല്ലാവരും